UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ LDF സർക്കാരിലെ മന്ത്രിക്ക് കുരുക്കുമുറുകുകയാണ്. ആദ്യ അഴിമതി ആരോപണം തലപൊക്കുമ്പോൾ കുരുക്കു വീഴുന്നത് മുൻ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. ഒന്നും രണ്ടുമല്ല, മന്ത്രിക്ക് നേരെ ഉയർന്നിരിക്കുന്നത് 112 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. ഇടുക്കി ജില്ലയിലെ മലങ്കര ജലാശയവുമായി ബന്ധപ്പെടുത്തി കോളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ പദ്ധതിയിലാണ് അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതിയിൽ സ്വകാര്യ കമ്പനിക്ക് മന്ത്രി കൊള്ളലാഭമുണ്ടാക്കി എന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ലാഭവിഹിതത്തിന്റെ 96.5% സ്വകാര്യ വ്യക്തിക്ക് ലഭിക്കുമ്പോൾ വെറും 3% സർക്കാരിന് ലഭിക്കുന്നത്. ഈ ലാഭവിഹിതം സ്വകാര്യ കമ്പനിക്ക് ലഭ്യമാകുവാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ടുവെന്ന് വിജിലൻസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഇതോടെ UDF സർക്കാർ അധികാരത്തിലേറുന്ന മുറയ്ക്ക് മുൻമന്ത്രി റോഷിയെ പൂട്ടുമെന്ന് ഉറപ്പിക്കാം. അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് ഏറെ കരുത്തുള്ള നിയമസഭാ മണ്ഡലമാണ് ഇടുക്കി. 4 തവണ UDF ടിക്കറ്റിൽ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയ റോഷി അഗസ്റ്റിൻ 2021 LDFന്റെ ഭാഗമായും ജയിച്ചു. എന്നാൽ ഇക്കുറി ഇടുക്കിയിലുണ്ടായ വമ്പൻ ട്വിസ്റ്റ് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുത്തു എന്നതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ റോയ് കെ പൗലോസ് ജനവിധി തേടാൻ എത്തിയതോടെ ഇടുക്കിയുടെ മലങ്കാറ്റ് കോൺഗ്രസിന് അനുകൂലമായി വീശുകയായിരുന്നു. സിറ്റിംഗ് MLAയും മന്ത്രിയുമായ റോഷി അഗസ്റ്റിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും ഇത് കോൺഗ്രസ് ഭംഗിയായി മുതലെടുത്തുവെന്നും CPM വിലയിരുത്തുന്നുണ്ട്. ശക്തമായ മത്സരം നടന്ന ഇടുക്കിയിൽ വമ്പൻ വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ റോയ് കെ പൗലോസ് നേടിയത്. 2 പതിറ്റാണ്ടിനിപ്പുറം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചത് ഇടുക്കിയിലെ വോട്ടർമാർ ആഘോഷമാക്കുന്നുണ്ട്. 2001 മുതൽ തുടർച്ചയായി 5 തവണയായി റോഷിയുടെ കൂടെയാണ് മണ്ഡലം. 4 തവണയും UDFനൊപ്പമായിരുന്നു റോഷി. കഴിഞ്ഞ തവണ LDFിലേക്ക് മാറിയിട്ടും വിജയം കൈവിട്ടില്ല. 1996 ജനതാദൾ സ്ഥാനാർത്ഥിയായി PP സുലൈമാൻ റാവുത്തർ ജയിച്ചതാണ് LDFന് അതുവരെ പറയാനുണ്ടായിരുന്ന ഏക നേട്ടം. അത്രമാത്രം കോൺഗ്രസ് അനുകൂല തരംഗം ഇടുക്കിയിലുണ്ടായിരുന്നു. അത് മുതലാക്കിയ കോൺഗ്രസ് നേതൃത്വം റോഷിയെ തറപറ്റിക്കുകയായിരുന്നു. പിന്നാലെയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണമുയർത്തി തിരിച്ചുവരാനാകാത്ത വിധം റോഷി അഗസ്റ്റിനെ UDF പൂട്ടുന്നത്. നേരത്തെ സമാനമായ പരാതി നൽകിയെങ്കിലും അതിൽ കഴമ്പില്ലെന്ന് കണ്ട് LDF സർക്കാർ അത് മുക്കുകയായിരുന്നു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം UDF അധികാരത്തിലേറുമ്പോൾ ആദ്യം തന്നെ LDF മന്ത്രിമാരുടെ അഴിമതി ആരോപണങ്ങൾ തന്നെ കുത്തിപ്പൊക്കിയുള്ള അന്വേഷണത്തിനാണ് ഉത്തരവ് നൽകുന്നത്. അതിൽ അവരുടെ ആദ്യത്തെ ഇരയാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ എന്ന് കാണാൻ സാധിക്കും. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റ എല്ലാ മന്ത്രിമാരെയും വട്ടം പൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. റോഷി അഗസ്റ്റിനും മാണി ഗ്രൂപ്പിനും ഇത് കഷ്ടകാലങ്ങളുടെ കുത്തൊഴുക്കിന്റെ സമയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായി മാറിയ മാണി ഗ്രൂപ്പിന്റെ 12 സ്ഥാനാർത്ഥികളാണ് 8 നിലയിൽ പൊട്ടിയത്. അതിൽ തന്നെ മന്ത്രി കസേരയിൽ ഇരുന്ന റോഷിയുടെയും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെയും തോൽവിയാണ് അവരെ ഏറ്റവും തളർത്തിയത്. പാർട്ടി രൂപീകരിച്ചതിനു ശേഷം ഇതാദ്യമായിട്ടാണ് മാണി ഗ്രൂപ്പിന് നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാതെ പോകുന്നത്. അതിനിടയിൽ മുൻ മന്ത്രിക്ക് നേരെ ഉയർന്ന ആരോപണം പാർട്ടിയെ വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ UDFന്റെ ആദ്യ ടാർഗറ്റാണ്. തൊട്ടു പിന്നാലെ മറ്റ് പല മുൻ മന്ത്രിമാരും അഴിമതിക്കുരുക്കിൽ പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ വിവാദങ്ങളുണ്ടായ ആരോഗ്യ വകുപ്പിലെ അഴിമതികളും അന്വേഷിക്കുന്നതോടെ വീണ ജോർജിനെ കാത്തിരിക്കുന്നതും വലിയ തിരിച്ചടികളാണ്.